ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഏതാണെന്നറിയാമോ? നമ്മുടെ ബഡ്ജറ്റാണ്. 2023-2024 ബഡ്ജറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ബഡ്ജറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ കണക്ഷൻസൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ പൈ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചറിൽ ചിലവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അതിൻ്റെ ശതമാനമാണ് കൊടുത്തിട്ടുള്ളത്. 20% ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയാണ് ശതമാനം? 20% ആണ്. ഇനി നമുക്ക് ആലോചിക്കാനായിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് ഓർത്തേക്കുന്നത്. ഇനി നമ്മുടെ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനകത്ത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. അപ്പോൾ അങ്ങനെ നല്ല മാർക്കുള്ളതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 20 അല്ല, അപ്പോൾ 20% ആയിട്ടൊന്ന് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20%. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഏതാ? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത് വരുന്നത് സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഏതാണ്? സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. അത് എത്ര ശതമാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 18% കേട്ടോ. 18%. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റേറ്റ്സ് ഷെയർ ആണ് അല്ലേ, ഷെയർ ആണ്, സ്റ്റേറ്റിൻ്റെ ഷെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷെയർ നമ്മുടെ സ്റ്റേറ്റിന് കൊടുക്കും എന്ന് ആലോചിക്കുക. അതായത് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയൊരു ജോലിയൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ഷെയർ സ്റ്റേറ്റിന് കൊടുക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എത്രയാണ് വരുന്നത്? 18%. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയായിരുന്നു? 20%. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക, സെൻട്രലി സെക്ടർ സ്കീം. അവിടെ വരുന്നത് 17%. സെൻട്രലി സെക്ടർ സ്കീം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ 18% ആണെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് 18% ആണെങ്കിൽ അതിനേക്കാളും ഒരെണ്ണം കുറഞ്ഞത് അതാണ് സെൻട്രൽ കേട്ടോ. സെൻട്രലി സെക്ടർ സ്കീം എത്രയാണ്? 17%. അപ്പോൾ ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20%, സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 18%, സെൻട്രലി സെക്ടർ സ്കീം എത്രയാണ്? 17% കേട്ടോ. ഇനി നോക്കേണ്ടത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സെൻട്രലി സെക്ടർ സ്കീമാണ് കേട്ടോ. ഇനി നോക്കുക, സെൻട്രലി സ്പോൺസേർഡ് സ്കീം, സ്പോൺസേർഡ് ആണ്. സ്പോൺസേർഡ് സ്കീമും അതേപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരേ ശതമാനം തന്നെയാണ്, 9%. സെൻട്രലി സ്പോൺസേർഡ് സ്കീമും അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്, ഇത് രണ്ടിൻ്റെയും എത്രയാണ്? 9%. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ സെൻട്രലി സ്പോൺസേർഡ് എന്നല്ല. അപ്പോൾ ഈ സ്പോൺസറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഫിനാൻസുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ? സ്പോൺസറൊക്കെ ചെയ്യണമെങ്കിൽ ഫിനാൻസ് വേണ്ടേ? അപ്പോൾ അങ്ങനെ സ്പോൺസേർഡ് സ്കീമും ഫിനാൻസുമായിട്ട് നമ്മളൊരു കണക്ഷൻ കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ വരുന്നത് 9%. അത് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഫിനാൻസ് എന്ന് പറയുമ്പോണ്ടല്ലോ, ജസ്റ്റ് നോക്കി FINANCE അല്ലേ? അപ്പോൾ NAN പകരം ഞാൻ എക്ക് പകരം ഐ ഇട്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം എന്തുവരും? നയൻസ് അല്ലേ? നയൻസ് എന്ന് വരില്ലേ? അപ്പോൾ അങ്ങനെ തന്നെ 9% എന്നുള്ള രീതിയിൽ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ കണക്ട് ചെയ്തേ? സ്പോൺസറും ഫിനാൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഫിനാൻസിനകത്ത് NANCEക്ക് പകരം എക്ക് പകരം ഐ ഇട്ടു അല്ലേ? അപ്പോൾ നയൻസ് എന്ന് വരും. അപ്പോൾ 9% ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടിയല്ലോ എല്ലാതും അല്ലേ? ഇനി അടുത്ത് നോക്കാം, ഡിഫൻസും ഉണ്ട് അതുപോലെ തന്നെ അതർ എക്സ്പെൻഡിച്ചേഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി വന്നിട്ടുള്ളത് 8% ആണ്. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധമാണ് അല്ലേ? അപ്പോൾ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ, നമ്മൾ പ്രതിരോധിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടുന്നല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് 8ഉമായിട്ട് കണക്ട് ചെയ്യാം. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ 8% ആണ്. അതേപോലെ തന്നെ അതർ എക്സ്പെൻഡിച്ചേഴ്സും 8% തന്നെയാണ്. അടുത്തത് സബ്സിഡിയാണ് കേട്ടോ. സബ്സിഡിയുടെ വരുന്നത് 7%. എക്സ്പെൻഡിച്ചറിൽ വരുന്നത് എത്രയാണ്? 7%. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ സബ്സിഡി എന്നൊക്കെ പറയുമ്പോൾ സബ്സിഡി അല്ലേ? ഇപ്പോൾ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ 7 സബ്ജക്റ്റൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതേപോലെ 7 സബ്ജക്റ്റ് അല്ലെങ്കിൽ പീരീഡ് എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ, സബ്ജക്റ്റുമായിട്ടൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ 7 സബ്സിഡിയുടെ എത്രയാണ് ശതമാനം? 7. അടുത്ത പെൻഷനാണ്. പെൻഷൻ്റെ വരുന്നത് 4% കേട്ടോ. പെൻഷൻ്റെയാണ് ഏറ്റവും കുറവ് നമ്മുടെ ചിലവിൽ വരുന്നത്. പെൻഷൻ്റെ 4%. അത് ഓർക്കാനായിട്ട് ചില ആൾക്കാർ ഈ പെൻഷൻ്റെ പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ഈ കുടിച്ച് തീർക്കും അല്ലേ? എന്നിട്ട് 4 കാലിലൊക്കെ വരും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യട്ടോ. അപ്പോൾ പെൻഷൻ്റെ എത്ര വരുന്നത്? 4%. പെൻഷൻ്റെ എത്രയാണ്? 4%. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതാ? പെൻഷൻ്റെയാണ്. ഏറ്റവും കൂടിയിട്ടുള്ളത് ഏതാ? ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞേക്കട്ടെ, വേഗം നിങ്ങളെല്ലാവരും ഒന്ന് റിക്കളക്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയായിരുന്നു? 20% അല്ലേ? സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എത്രയായിരുന്നു? 18%. പിന്നെ
സെൻട്രലി സെക്ടർ സ്കീം ഒന്ന് കുറഞ്ഞു അല്ലേ, 17 പിന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമും ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് ഇത് രണ്ടും 9%. ഫിനാൻസ് എന്ന് പറയുമ്പോൾ 9 എന്നൊക്കെ ആലോചിക്കുക, 9s അല്ലേ, അപ്പം 9%. പിന്നെ ഡിഫെൻസും അതർ എക്സ്പെൻഡിച്ചറും വരുന്നത് 8%. അപ്പോൾ നമ്മൾ പ്രതിരോധിക്കണം അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ഓർക്കുക. അപ്പോൾ അത് കിട്ടി. പിന്നെ സബ്സിഡി എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആലോചിക്കുക, അപ്പോൾ 7. അതുപോലെ തന്നെ പെൻഷൻ എന്ന് പറയുമ്പോൾ 4 കാലിൽ വരും എന്ന് ആലോചിക്കുക, അപ്പോൾ നമുക്ക് 4% കിട്ടും. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകമാണ്, നമ്മുടെ വരുമാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. അതിൻ്റെ വന്നിട്ടുള്ളത് 34% ആണ് കേട്ടോ. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എത്രയാണ്? 34% ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടന്നിട്ടുള്ള പ്രസൻറ്റ് ഓഫീസറിൻ്റെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതെല്ലാവരും അത് വായിച്ചിട്ട് എന്തായാലും ഈ ഒരു നമ്പർ നിങ്ങളുടെ മൈൻഡിലുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എത്രയാണ്? 34%. അതാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇൻകത്തിൻ്റെ കേസിൽ. പിന്നെ GST ആണ്. GSTയുടെ വന്നിട്ടുള്ളത് 17% ആണ്. ഓക്കെ, 17% GSTയുടെ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കേട്ടോ എത്രയാണ്? 17%. അപ്പോൾ GST നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2017 അപ്പോൾ 2017 ആ 17 കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ GSTയുടെ എത്രയാണ് വരുന്നത്? 17% ആണ്. ഓക്കെ, അപ്പോൾ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് 34%, GSTയുടെ വന്നിട്ടുള്ളത് 17%. അടുത്ത് നോക്കാം. അടുത്തത് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെയിം തന്നെയാണ് കേട്ടോ. രണ്ടിൻ്റെയും 15% തന്നെയാണ്. ഇൻകം ടാക്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും 15%. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ഇൻകം ടാക്സ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഇൻകത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുന്ന പ്രായം ആലോചിക്കുക. ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇൻകം നമുക്ക് ഇനി ഏത് ജോലി കിട്ടണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളതനുസരിച്ചിട്ട് +1ലും +2ലൊക്കെ നമ്മൾ ഏത് സ്ട്രീം എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുക അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്, 15 വയസ്സുള്ളപ്പോഴാണ് എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻകം ടാക്സ് എത്രയാണ്? 15% ആണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് ടാക്സും 15%. അപ്പോൾ ഇൻകം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാവരും തമ്മിൽ നല്ലൊരു കോപ്പറേഷനൊക്കെ വേണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സിൻ്റെയും വരുന്നത് 15% ആണ്. തെറ്റിക്കില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് 34%. GST എന്ന് പറയുമ്പോൾ GST നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാ? 2017. അങ്ങനെ 17 ആലോചിക്കാം. പിന്നെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും അത് 15%. അടുത്ത എക്സൈസ് ഡ്യൂട്ടിയാണ് കേട്ടോ. എക്സൈസ് ഡ്യൂട്ടിയുടെ വന്നിട്ടുള്ളത് 7% ആണ്. എത്രയാണ് എക്സൈസ് ഡ്യൂട്ടിയുടെ? 7%. എക്സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സർസൈസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയം ഒന്നല്ലെങ്കിൽ കാലത്ത് 7 മണിക്കാണെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 7% ആണ്. ഓക്കെ, 7%. അടുത്തത് നോൺ ടാക്സ് റെസിപ്റ്റ് ആണ്. നോൺ ടാക്സ് റെസിപ്റ്റിൻ്റെ വന്നിട്ടുള്ളത് 6% ആണ്. നോൺ ടാക്സ് റെസിപ്റ്റ്. ഓക്കെ, അപ്പോൾ നോൺ ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ കണക്ഷന് വേണ്ടിയിട്ട് പറയുന്നത് നോൺ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സിൻ്റെ അല്ല എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ അല്ലാത്ത റെസിപ്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പുഴയിൽ കളയും, അല്ലെങ്കിൽ ആറിൽ കളയും. ആറെന്നൊക്കെ നമ്മൾ പറയില്ലേ, പുഴ, ആറ്, അങ്ങനെ ആറിൽ കളയും എന്ന് ആലോചിക്കുക കേട്ടോ. നോൺ ടാക്സ് റെസിപ്റ്റുകളൊക്കെ നമ്മൾ ആറിൽ കൊണ്ടുപോയിട്ട് കളയും. അപ്പോൾ 6%, 6% എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ. അടുത്ത കസ്റ്റംസിൻ്റെ ആണ്. കസ്റ്റംസിൻ്റെ വന്നിട്ടുള്ളത് 4% ആണ്. ഓക്കെ, കസ്റ്റംസിൻ്റെ എത്രയാണ്? 4%. അപ്പോൾ ഞാൻ ഓർത്തേക്കണത് ഈ കസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റംസിൻ്റെ വണ്ടി ആലോചിച്ചേക്കാണ്. കസ്റ്റംസിൻ്റെ വണ്ടിയിൽ 4 ചക്രം ഉണ്ടെന്നുള്ള രീതിയിൽ 4 ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ കസ്റ്റംസിൻ്റെ എത്രയാണ്? 4% ആണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ, എത്രയാ? 2%. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നോൺ ടാക്സ് റെസിപ്റ്റ് ആയിരുന്നു, അത് 6%. ഇത് നോൺ ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടം അല്ലേ. അപ്പോൾ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എത്രയാണ്? 2%. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം, ഈ കടം, ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കടം അല്ലേ. അപ്പം കണക്ഷൻ വേണ്ടി പറയുന്നതാണ്. ഈ കടം എന്നൊക്കെ പറയുന്നത് 2 പേര് തമ്മിൽ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ 2 പേര് എന്നുള്ള രീതിയിൽ 2% നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എത്രയാണ്? 2% ആണ്. ഇനി നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം റിവൈസ് ചെയ്യാം. ഒന്നും കൂടെ, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എത്ര ശതമാനമായിരുന്നു? 34% അല്ലേ. ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? GSTയുടെ പറഞ്ഞു. GSTയുടെ നിലവിൽ വന്നിട്ടുള്ള വർഷം 2017. അങ്ങനെ നമുക്ക് 17% കണക്ട് ചെയ്യാം. പിന്നെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. ഇൻകത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് 10ാം ക്ലാസ്സിൽ 15 വയസ്സ്, അങ്ങനെ 15%. പിന്നെ ഇൻകമൊക്കെ കിട്ടണമെങ്കിൽ നല്ല കോർപ്പറേഷനൊക്കെ വേണം എന്ന് ആലോചിക്കുക. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ 15% തന്നെ. പിന്നെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 7% ആണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയം 7 മണിക്കാണെന്ന് ആലോചിക്കുക. പിന്നെ നോൺ ടാക്സ് റെസിപ്റ്റ് അല്ലേ. നോൺ ടാക്സ് ആയിട്ടുള്ള റെസിപ്റ്റുകളെല്ലാം നമ്മൾ 6ൽ കളയും. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കടം, അങ്ങനെ കടം 2 പേര് തമ്മിലാണെന്നുള്ള രീതിയിൽ 2% ആയിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ.
ഇനി അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 2023-2024 വർഷത്തിലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയാണ്, അതിൻ്റെ ശതമാനം എത്രയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു 50% എങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കയറി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു കണക്ഷൻ ആയതുകൊണ്ട് അറിയില്ല എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.